ഹലോ ഫ്രണ്ട്സ്, റെഡ് റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഹെമിഗ്രാഫിസ് റിപ്പൻഡ അല്ലെങ്കിൽ സ്റ്റാർ ഗ്രാസ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ബോർഡർ ഗ്രാസുമായിട്ടാണ്. ഇത് എങ്ങനെയാണ് വളർത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ കാണുന്ന ബോർഡ് പോലത്തെ ഈ ഒരു സാധനത്തിലാണ് ഞാൻ ഈ ബോർഡർ ഗ്രാസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് 1 ഇഞ്ചോളം മാത്രം ആഴമുള്ള ഒരു സാധനമാണ്. ഇതെന്ത് സാധനമാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ വേസ്റ്റായി കിടന്നൊരു സാധനമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലോട്ട് നമ്മുടെ ബോർഡർ ഗ്രാസിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു 4-5 ഹോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സാണ് ഇതിനു വേണ്ടി തയ്യാറാക്കേണ്ടത്. അപ്പം എന്തൊക്കെയാണ് അതിൽ ചേർക്കേണ്ടത് എന്ന് നോക്കാം. ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മണ്ണും. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാ മണ്ണെടുക്കുക. അതിലോട്ട് നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഒത്തിരി കെയറും വളങ്ങളും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഈ സ്റ്റാർ ഗ്രാസ് എന്ന് പറയുന്നത്. വെള്ളവും തണലും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബോർഡർ ഗ്രാസ്. അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം അമിതമായ സൂര്യപ്രകാശത്തിൻ്റെ അടിയിൽ വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് പോട്ടുകളിൽ ഇത് ഹാങ്ങിങ് പ്ലാന്റായിട്ടും വളർത്താൻ കഴിയും. ഇൻഡോറായിട്ട് വെക്കുന്നവർക്ക് വെട്ടവും വെളിച്ചവുമുള്ള ജനാലക്കരികിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് ഈ ബോർഡർ ഗ്രാസ് എന്ന് പറയുന്നത്. ഇത് ഒരു ഗ്രാസ് വർഗത്തിൽപ്പെട്ട ചെടിയാണ് എങ്കിൽ കൂടി നമ്മുടെ പേൾ ഗ്രാസ് പോലെ താഴെ നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതത്ര നന്നാവില്ല. കാരണം ചവിട്ടി നടക്കുമ്പോൾ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. കാര്യം ഇത് കുറച്ചും കൂടെ പൊക്കം വെക്കുന്ന ഒരു ചെടിയാണ്. പേൾ ഗ്രാസിനെ പോലെ പരന്നല്ല ഇതിൻ്റെ വളർച്ച. കുറേ കൂടെ മുകളിലോട്ട് പൊങ്ങി ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ഗ്രാസ് വർഗ്ഗമാണ്. അപ്പം ചവിട്ടാത്ത ഭാഗങ്ങളിലൊക്കെയാണ് നമുക്ക് പച്ചപ്പോടെ തന്നെ ഇത് സൂക്ഷിക്കാൻ പറ്റും. ബോർഡർ ഗ്രാസിൻ്റെ ചെറിയൊരു തുമ്പ് നമുക്ക് കിട്ടിയാൽ തന്നെ അതിനെ നമുക്കൊരു പ്ലാന്റാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ഇതിൽ ചെറിയ തുമ്പപ്പൂവിനോട് സാദൃശ്യമുള്ള കുഞ്ഞു പൂക്കളുണ്ടാവും. ഇത് എൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയപ്പം കണ്ടിഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് 2-3 ചെറിയ തുമ്പുകൾ കൊണ്ട് നട്ടിട്ട് പിടിച്ച് കിട്ടിയ ഒരു പ്ലാന്റാണ് ഇത്. ഇതെൻ്റെ ഒരു ബോഗൻവില്ലയുടെ ചട്ടിക്കകത്താണ് ഞാൻ കൊണ്ട് നട്ടത്. അത് നന്നായിട്ട് തന്നെ ബുഷിയായിട്ട് ഇവിടെ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഐഡിയകൾക്കനുസരിച്ച് ഇതിനെ നമുക്ക് ഏത് രൂപത്തിലും ഏത് രീതിയിലും ഇതിനെ വളർത്തിയെടുക്കാൻ കഴിയും. ഇപ്പം ഞാനിവിടെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഇതിനെ നട്ടു കൊടുക്കുന്നത്. അത് വളർന്നു കഴിയുമ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഐഡിയകൾക്കനുസരിച്ച് വേറെ പല രീതിയിലും ഇപ്പം റൗണ്ട് ഷേപ്പിലോ ബോളിൻ്റെ ആകൃതിയിലോ അല്ലെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് ബോളിൻ്റെ ആകൃതിയിൽ ഹാങ്ങിങ് ആക്കി ഇടാം. ചിരട്ടയ്ക്കകത്തോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഗാർഡൻ നിർമ്മിക്കുന്ന സമയത്ത് കുഞ്ഞു കപ്പുകളിലോ ഒക്കെ നമുക്ക് ഈ ഒരു ചെടീനെ നട്ടുപിടിപ്പിക്കാം. അത് വളരെ ഭംഗിയായിരിക്കും. പച്ചപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണിത്. നോക്കിക്കേ, ഞാൻ ഇപ്പം ഇങ്ങനെയാണ് നട്ടിട്ടുള്ളത്. ഇനി ഇത് കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് കുറേ കൂടെ ഭംഗിയാവുക. ഇപ്പം ഞാനിത് നട്ടതേ ഉള്ളൂ. നട്ട് ഈ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ വന്നു എന്ന് തോന്നുന്നു. എന്നിട്ട് അതിനെ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിന് വളർന്നു കഴിഞ്ഞായിരുന്നാലും നമ്മൾ ഏത് ഷേപ്പിലാണോ വെട്ടി നിർത്തുക ആ രീതിയിൽ തന്നെ ഇത് നിൽക്കും. ഒത്തിരി പൊങ്ങിപ്പോകാൻ അനുവദിക്കാതെ തന്നെ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കി നിർത്തുന്നതായിരിക്കും കാണാൻ കുറേ കൂടെ ഭംഗി. ഹാങ്ങിങ് ബോർഡിൽ കാണുന്നുണ്ടെങ്കിൽ അത് താഴോട്ട് വളർന്ന് കുറച്ചും കൂടെ ബുഷിയായിട്ട് താഴോട്ട് ഇറങ്ങി വരും. അപ്പം അത് കാണാനായിരിക്കും കുറേ കൂടെ ഭംഗി. അപ്പം നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുന്നതിന് നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. ഞാനിത് നട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാനിവിടെ കാണിക്കാം കേട്ടോ. ബോർഡർ ഗ്രാസ് എന്ന പേര് പോലെ തന്നെ നമുക്ക് ഗാർഡനിൽ ഒരു ബോർഡറായിട്ടും ഈ ചെടി സെറ്റ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് രോഗങ്ങളോ കീടങ്ങളോ ഒന്നും ഇതിന് അങ്ങനെ കാണാറില്ല. അഥവാ കാണുകയാണെന്ന് ഇപ്പം മുഞ്ഞ പോലുള്ള എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം ഒഴിവാക്കുക. കീടങ്ങളെ കൂടാൻ അനുവദിക്കാതിരിക്കുക. ഇത് തന്നെയാണ് ഫലപ്രദമായ ഒരു മാർഗം. ഇതൊരു 16 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. നോക്കിക്ക്, അത്യാവശ്യം നല്ല രീതിയിൽ കുഞ്ഞു കിളിർപ്പുകളും തളർപ്പുകളും ഒക്കെ വന്ന് ആ ഒരു വിടവൊക്കെ അങ്ങ് ഫില്ലായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബുഷിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നോക്കിയ കുഞ്ഞു ചെറിയ കിളിർപ്പുകൾ വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കുക. നമ്മൾ ഏത് ഷേപ്പിനാണോ നിർത്തിയേക്കുന്നത് അതുപോലെ വെട്ടി കൊടുക്കുക. പിന്നെ ഇത് നോക്കി വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ചെറിയ ചെറിയ കപ്പുകളിൽ ഞാനിങ്ങനെ ഒരു കമ്പല്ല ശരിക്കും പറഞ്ഞാൽ വെക്കാവുള്ളൂ, 2-3 കമ്പുകൾ ചേർത്ത് വെക്കുക അതെൻ്റെ ചിരട്ടയ്ക്കകത്തും. അപ്പോഴാണ് കൂടുതൽ ബുഷിയായിട്ട് പെട്ടെന്ന് ഇതേപോലെ ബുഷിയായിട്ട് കുത്തി താമസിച്ചാണ് അത് ഞാനത് കുത്തിയേക്കുന്ന. ചെറിയൊരു കളിപ്പാട്ടമാണത്, അതിൻ്റെ അകത്താണ് വേസ്റ്റായി കിടന്നൊരു സംഭവമാണ്, അതിൻ്റെ അകത്താണ് ഞാനത് തിക്കായിട്ട് ഇങ്ങനെ കുത്തി നിർത്തിയേക്കുവാണ്. അത് കുറച്ച് നാൾ പിടിക്കും, അത് അധികം ദിവസം ആയിട്ടില്ല. ഇത് നോക്കി, ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല തളിർപ്പൊക്കെ വന്ന് ഇത് പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ തളിർപ്പ് നുള്ളിയിട്ട് നമ്മൾ കുത്തി വയ്ക്കുമ്പോൾ തന്നെ ഇതിൽ പെട്ടെന്ന് വേരും പിടിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതുണ്ടെങ്കിൽ തന്നെ വളരെ മനോഹരമായിട്ട് നമുക്ക് കുറേയധികം ചട്ടികളിൽ നട്ട് പിടിപ്പിച്ച് അടുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം ഇതിനെ ഇങ്ങനെ നമ്മൾ മുകളിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ ഒതുക്കി കട്ട് ചെയ്ത് നിർത്തി. എനിക്ക് വലിയ വലുതായിട്ടൊന്നും അറിയത്തില്ല ഇങ്ങനെ കട്ട് ചെയ്യാൻ, അതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുവാണ്. എന്നാലും നമുക്ക് തോന്നുന്ന രീതിയിലൊന്ന് ഷേപ്പായി എന്ന് കാണുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ ഒരു കത്തിരി വെച്ചിട്ട് ഇങ്ങനെ വെട്ടി എല്ലാം ചെയ്താണല്ലോ അല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വെട്ടി ഞാൻ സൈഡൊക്കെ വക്കുമൊക്കെ ഒന്ന് വെട്ടി ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഷേപ്പാകുമെന്നൊന്നും അറിയില്ല, എന്തായിരുന്നാലും നമ്മുടെ വീട്ടിലാണല്ലോ ഇരിക്കുന്നത്, കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനങ്ങനെ ഒന്ന് ഷേപ്പാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് നമ്മൾ ഇത് 2 നേരം നനയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവും. ഇതിന് ഒത്തിരി വെള്ളവും തണലും ഒക്കെ ആവശ്യമുള്ളൊരു ചെടിയാണ്. വെയിലത്ത് വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സ് ഒരിക്കലും ഉണങ്ങാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ഈ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ചകിരിച്ചോറും കൂടെ ഇടുന്നത് നന്നായിരിക്കും. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. മറ്റ് ചെടികൾക്ക് ഒഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നേർപ്പിച്ച് അത് ഒഴിക്കുമ്പോൾ ഇതിനും കൂടെ കൊടുക്കുന്നത് നന്നായിരിക്കും. അതല്ല ചാണകപ്പൊടിയാണ് ഉള്ളതെങ്കിൽ മാസത്തിലൊരിക്കലും ഒരു ശകലം ചാണകപ്പൊടി ഒന്ന് എടുത്ത് വിതറിയിടുന്നത് നന്നായിരിക്കും. ഇനി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അരി കഴുകുന്ന വെള്ളം, പരിപ്പ് കഴുകുന്ന വെള്ളം, ഉഴുന്ന് കഴുകുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. സ്റ്റാർ ഗ്രാസ് നമുക്ക് അക്വേറിയം പ്ലാന്റായിട്ടും ഉപയോഗിക്കാൻ കഴിയും. പ്ലാന്റിന് നമ്മൾ കഴിവതും വേറെ പോട്ടുകളിലോട്ട് മാറ്റി ഇതേപോലെ ചെറിയ പോട്ടുകളിലായിരുന്നാലും മാറ്റി നട്ട് വെക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും അസുഖം വന്നാലും നമുക്ക് ഈ ചെടി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ ഇരിക്കും. ഞാനൊരു വേറൊരു പോട്ടിൻ്റെ അകത്ത് വെച്ചിരുന്ന സ്റ്റാർ ഗ്രാസാണ്, അതിനെ ഞാൻ നന്നായിട്ട് വെട്ടി ഒതുക്കി ഒരു ബോൾ പോലെ ഇങ്ങനെ റൗണ്ടിന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.